ഇതിന്റെ മുൻപും ഇവിടെ ഹോമോസെക്ഷുവാലിറ്റിയെ അനുവദിക്കുകയും സ്വയംവർഗ വിവാഹങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു നൂറയും അദീലയും മീഡിയകൾക്ക് മുൻപിൽ ചർച്ചയാക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ് അത് വർണ്ണിക്കപ്പെടുന്നതും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം: ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുൻപിൽ താറടിക്കണം. മുസ്ലിം സമൂഹത്തെ നിയമത്തിന്റെ അഥവാ ഇസ്ലാമിക ചിട്ടകളിൽ നിന്നും വഴിതെറ്റിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് പെൺമക്കളെ തെരുവിലിറക്കണം. അവരുടെ തലകളിലുള്ള അവരുടെ മുഖമക്കലുകളും തലപ്പാവുകളും നഷ്ടപ്പെടുത്തണം. ഇതര പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലെ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്കും കൂടെ പഠിക്കുന്നവനെ കൂട്ടിക്കൊണ്ടുവരുന്ന സർവ്വ സ്വാതന്ത്ര്യ ലൈംഗികതയിലേക്കും ഒരുമിച്ച് ജീവിച്ച് 2-3 കൊല്ലം ഡേറ്റിംഗ് നടത്തി വേണ്ടെന്ന് വെക്കുന്ന യൂറോപ്യൻ സംസ്കാരത്തിലേക്കും നമ്മളെ കൊണ്ടുപോകണം എന്ന ലോകത്തുള്ള ചിലരുടെ വാശിയും ദുഷ്ടചിന്തകളുമാണ് നമ്മൾക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യാപകമാകാനുള്ള കാരണം. പക്ഷേ ഇസ്ലാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കൽപ്പനകളെ മനുഷ്യന് നൽകിയിട്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരിക്കലും ഒരു മനുഷ്യന്റെ പരിധിയിൽ പെടാത്തതൊന്നും റബ്ബ് മനുഷ്യരോട് കൽപ്പിച്ചിട്ടില്ല. ഒരു മനുഷ്യ ജീവിതത്തിന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അവന്റെ ജീവിതത്തിൽ നന്മകളും സംസ്കാരവും സമാധാനവും നൽകുന്ന നിയമങ്ങൾ മാത്രമേ ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ ഇത്തരത്തിലുള്ള ജീവിത പ്രവർത്തികളോട് എന്നും ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ബ്രഹ്മചര്യം കല്യാണം കഴിക്കാതെ 10-30 വയസ്സ് കഴിഞ്ഞിട്ടും ആയിട്ടില്ല എന്ന് പറയുന്ന രീതി ഇസ്ലാമികമല്ല. സ്വന്തം പെൺമക്കൾക്ക് വയസ്സ് തികഞ്ഞിട്ടും വിവാഹത്തിന് താല്പര്യം കാണിക്കാത്ത രക്ഷിതാക്കളെ അള്ളാന്റെ പ്രവാചകൻ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാം എന്നും പ്രകൃതിയോടും മനുഷ്യ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന കൽപ്പനകളെ നൽകിയിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ വിവാഹം കഴിക്കണം. ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, പ്രത്യുൽപാദനം നടക്കാൻ ആലോചിച്ചു നോക്കൂ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പോലും പ്രത്യുൽപാദനത്തിലാണ്. കൈമാറ്റം ചെയ്യപ്പെടുന്ന സംസ്കാരങ്ങളും ജീവിതവും ഓരോ കുടുംബത്തിലുള്ള ജനനങ്ങളും മരണങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പ് വരെ കൃത്യമായി മനുഷ്യന് സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അവന്റെ ലൈംഗിക ശമനം, അവന്റെ ജീവിതത്തിലുള്ള ഒരു അവയവത്തിന്, അവന്റെ ഹൃദയത്തിന്, ശരീരത്തിനോടുള്ള ശമനം, ലൈംഗികത, അതുപോലും പടച്ചറബ് നിശ്ചയിച്ചത് വിവാഹം എന്ന മഹാസംസ്കാരത്തിലൂടെയാണ്. മൃഗങ്ങളെപ്പോലെ കാണുന്ന പെടയുടെ പിന്നാലെ ഓടി കാമം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു രീതി ഇസ്ലാം ലോകത്ത് വിഭാവനം ചെയ്യാതിരിക്കാനുള്ള കാരണം കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ ഭയപ്പെട്ടതുകൊണ്ടാണ്. ആ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. താൻ അംഗീകരിക്കപ്പെട്ട, തനിക്കനുവദിക്കപ്പെട്ട പെണ്ണിന്റെ അടുത്തേക്ക് മാത്രമേ പോകാവൂ, അത് പൂർണ്ണമായ ലൈംഗിക ശമനമാണെന്ന് ഇസ്ലാം ലോകത്തിന് പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ വിവാഹത്തെ പോലും ഇതര മതക്കാര് സ്നേഹിച്ചു തുടങ്ങിയത്. ബ്രഹ്മചര്യമാണ് ദൈവിക തൃപ്തിയെന്നും സന്യാസിമാരാകലാണ് ദൈവത്തിന്റെ തൃപ്തിയെന്നും വിശ്വസിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യന് വിശ്വാസത്തോടൊപ്പം കുടുംബത്തോടൊപ്പം ദൈവതൃപ്തിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. ലൈംഗിക ശമനം, സമാധാനം, സുരക്ഷിതത്വം ആലോചിച്ചു നോക്കൂ. എനിക്കും നിങ്ങൾക്കും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രതീക്ഷ, എന്റെ മക്കൾ എന്നെ സംരക്ഷിക്കുമെന്ന വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി, പെണ്ണും വിവാഹം കഴിച്ചാൽ അവിടെ പ്രത്യുൽപാദനം നടക്കുന്നില്ല, അവിടെ ലൈംഗികതയുടെ തൃപ്തി നടക്കപ്പെടുന്നില്ല, മനുഷ്യന്റെ പ്രകൃതിപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല, ഭാവിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഇത്തരത്തിലുള്ള ജീവിത രീതി കൊണ്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം ആദ്യ കാലഘട്ടത്തിലെ പഠിപ്പിച്ചു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. അല്ലയോ യുവാക്കളെ, നിങ്ങൾക്ക് വിവാഹത്തിന് പ്രായമെത്തിക്കഴിഞ്ഞാൽ, വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ, ശാരീരികമായി നിങ്ങൾക്ക് ലൈംഗികത അത് തീർക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, അത് നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കും. വഹസനു ലിൽ ഫർജ്, നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ, രഹസ്യാവയവത്തെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ തിരുദൂതൻ ലോകത്തുള്ള ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്തി,
ഓരോ അവയവങ്ങൾക്കും അള്ളാഹ് ഓരോ ജീവിത രീതി നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ കണ്ണ് സൃഷ്ടിച്ച റബ്ബെന്നോട് പറഞ്ഞു, നിനക്ക് കാണുന്നതും ആസ്വദിക്കാൻ പറ്റുന്നത് എന്തും നോക്കാം എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. എന്റെ കണ്ണിന് നിയന്ത്രണങ്ങളുണ്ട്. ആ കണ്ണിനെ ഞാൻ ആദരിക്കണം. ആ കണ്ണിനോടുള്ള കടമ ഞാൻ നിർവഹിക്കണം. എന്റെ നാവ് എന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണെങ്കിലും എന്റെ നാവ് കൊണ്ട് ആരെയുടെയും പച്ചയിറച്ചി തിന്നാം എന്ന് ഞാൻ ചിന്തിക്കരുത്. എന്റെ നാവിനോട് ഞാൻ മാന്യത കാണിക്കണം. എന്റെ ശരീരത്തിലെ ഓരോ അവയവത്തോടും എനിക്കെന്റെ റബ്ബ് കാണിച്ച മര്യാദ കാണിക്കണം. അത് പ്രകൃതിപരമാണ്. അത് മനുഷ്യൻ തടയുമ്പോ ആ അവയവത്തോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും അതുകൊണ്ട് തന്നെ പ്രകൃതി രീതി അവലംബിക്കണമെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തോട് മുഴുവൻ ജനങ്ങളോടും ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹ് തന്ന ലൈംഗിക അവയവം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, നിങ്ങൾ അതിനെ സൂക്ഷിക്കണം, കാത്തു സംരക്ഷിക്കണം. ഏത് നിലക്ക്? അനുവദിക്കപ്പെട്ട രീതിയിൽ, അനുവദിക്കപ്പെട്ട രൂപത്തിൽ നിങ്ങൾ അതിനെ സമീപിക്കണം. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇല്ലാ അലാ അസ്വാജിഹിം, നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യമാരുടെ അരികിലാവണം. ഔ മാ മലക്കത്ത് ഐമാനുഹും, അല്ലെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ളതുപോലെ വലത് കൈ ഉടമപ്പെടുത്തി സ്വാതന്ത്ര്യം കൊടുത്ത് മോചിപ്പിച്ച അടിമകളായ സ്ത്രീകൾ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥയല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരടിമ സ്ത്രീയെ നിങ്ങൾ സ്വതന്ത്രരാണെന്ന് അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കണമെങ്കിൽ അവരുമായി ബന്ധത്തിലേർപ്പെട്ടാൽ അവരൊരു ഭാര്യാസമമാകുമെന്നും സ്വതന്ത്രരാകുമെന്നും നിങ്ങളുടെ സ്വത്തുക്കളിൽ പോലും അവർക്ക് അവകാശമുണ്ടെന്നും ഇസ്ലാം പഠിപ്പിച്ചത് സ്വന്തം വീട്ടിലുള്ള വേലക്കാരിയെ വേഴ്ച നടത്താൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ അടിമകളാക്കപ്പെട്ട സ്ത്രീകളെ നാളെ നീ സ്വതന്ത്രയാണ് പെണ്ണെ എന്ന് പറഞ്ഞാൽ അവൾക്ക് കയറിക്കിടക്കാൻ ഒരു വീടില്ല, പോകാൻ ഒരു വീടില്ല, സംരക്ഷിക്കപ്പെടാൻ ആളുകളില്ല. അതുകൊണ്ട് തന്നെ അള്ളാന്റെ കൽപ്പന വന്നു, റസൂലേ, അടിമകളെ ഉടനെ സ്വതന്ത്രരായി വിട്ടേക്കരുത്. ആണുങ്ങളാണെങ്കിൽ അവർക്ക് ഘട്ടങ്ങളായിട്ടേ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കാവൂ. പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് അവളെ ജീവിതത്തിലേക്ക് കൂടെ ചേർക്കാം. അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൾ സ്വതന്ത്രയാവുകയും അവൾക്ക് നിങ്ങൾ അവകാശങ്ങൾ കൊടുക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ചു ഇസ്ലാമിന്റെ മര്യാദ. ആ അനുവദിക്കപ്പെട്ട പെണ്ണിന്റെ അടുത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ, അവളുമായി വേഴ്ച നടത്തുമ്പോ, ആ വേഴ്ചക്ക് പോലും അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. അഥവാ ഒരു ഭർത്താവ് അവളുടെ ഭാര്യയുടെ കൂടെ ആസ്വദിക്കപ്പെടുന്ന ഒരു നിമിഷത്തിന് പോലും അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. അത് ചുംബനങ്ങളാവാം, ശാരീരിക സ്പർശമാവാം, എന്തിനും അവർക്ക് അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. അനുവദിക്കപ്പെട്ട ഭാര്യന്റെ അരികിൽ മാത്രം. എങ്കിൽ അതേ സ്ഥാനത്ത് അനുവദിക്കപ്പെടാത്തൊരു പെണ്ണിനെ സ്പർശിച്ചാൽ, അവളുമായി സംസാരിച്ചാൽ, അവളുമായി കൊഞ്ചിക്കൊഴഞ്ഞാൽ ആ നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് ശിക്ഷയും ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചു സ്വർഗ്ഗരതി. ആണും പെണ്ണും തമ്മിലുള്ള ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പാശ്ചാത്യരെ പുരോഗമനമായി വിളിക്കുന്ന പ്രകൃതി വിരുദ്ധത്തിലേക്ക് നിങ്ങൾ പോയാൽ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മൻ അമില അമലു ഖൗമി ലൂത്തിൻ, ലൂത്തിന്റെ സ്വഭാവം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. റബ്ബിന്റെ ശാപം കിട്ടിയവരാണ് ലൂത്തിന്റെ സ്വഭാവം പിന്തുടരുന്നവർ, അഥവാ ലൂത്ത് ജനതയിലെ ആളുകളുടെ സ്വഭാവം പിന്തുടരുന്നവർ. ഇവിടെ അല്ലാഹു തആല ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഹോമോസെക്ഷാലിറ്റിയെ പറ്റി 14 നൂറ്റാണ്ടുകൾക്ക് മുൻപേ സംസാരിച്ചിട്ടുണ്ട്. അതിനും വർഷങ്ങൾക്ക് മുൻപേ ലൂത്ത് നബി, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലുള്ള ലൂത്ത് നബിയുടെ ജനത, അവരിൽ സുന്ദരികളായ സ്ത്രീകളുണ്ടെങ്കിലും ആണുങ്ങളെ തന്നെ വയ്ക്കുമായിരുന്നു, ആണിനെ തന്നെ സമീപിക്കുമായിരുന്നു. പരസ്പരം വ്യത്യാസമില്ലാതെ കുട്ടികളെപ്പോലും അവരാ പ്രകൃതി വിരുദ്ധ കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. റബ്ബ വിഷയത്തെ പറ്റി പറഞ്ഞു, വലൂത്തൻ, ലൂത്തിനെ നിങ്ങൾ ഓർക്കണം. ഇത് ഖാല ലിഖൗമിഹി, അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, അതഅതൂനൽ ഫാഹിഷത, നിങ്ങൾ ആ മ്ലേച്ഛമായ കാര്യം ചെയ്യുകയാണോ? ഫാഹിഷത്തി എന്ന വാക്കിനർത്ഥം ഈ ലോകത്തെ ഏറ്റവും മലിനമായ ഒരു ഏർപ്പാട്, അതിനെയാണോ നിങ്ങൾ സമീപിക്കുന്നത്? മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്തിന്നുവരെ ഒരാളും അത് ചെയ്തിട്ടില്ല. ഇന്നുവരെ ഒരാളും ചെയ്യാത്ത അത്രയും മ്ലേച്ഛമായ ഒരു കാര്യത്തിനാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്? ഇന്നക്കും ലതഅതൂനൽ റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ, സ്ത്രീകൾക്ക് പുറമെ ആണിനെ സമീപിക്കാൻ പാടില്ല. ആ രംഗത്ത് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു.
പ്രായപൂർത്തിയെത്തിയ ആൺമക്കളാണോ ഒരേ പുതപ്പിൽ കിടത്തരുത്. ഒരാണ് പ്രായപൂർത്തിയായ മറ്റൊരാണിന്റെ ഔറത്തിലേക്ക് നോക്കരുത്, നഗ്നതയിലേക്ക് നോക്കരുത്. പെണ്ണിന്റെ നഗ്നതയിലേക്ക് നോക്കരുത്. ഒരു മുസ്ലിമായ സ്ത്രീയുടെ ഔറത്ത് അമുസ്ലിമായ ഒരു പെണ്ണ് കാണാൻ പാടില്ല. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വർഗീയതയുടെ പേരിലല്ല. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനെ പരിചരിക്കാൻ വരുന്നത് അന്യ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പോലും ഇസ്ലാം അവകാശം നൽകിയിട്ടില്ല. ഒരാണ് മറ്റൊരാണിന്റെയോ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെയോ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് റബ്ബ് പറയുന്നു, അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരാണിന്റെ നേരെ ആസ്വാദനത്തോടെ നോക്കിയാൽ, ഒരു പെണ്ണിനെ തന്നെ ആസ്വാദനത്തോടെ നോക്കിയാൽ, ബൽ അൻതും ഖൗമു മുസ്രിഫൂൻ, നിങ്ങൾ ഏറ്റവും അതിര് കടന്ന നാണം കെട്ട ജനത തന്നെയായിരിക്കും. അങ്ങനെയുള്ള ആ ലൂത്തിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചതും റബ്ബ് ഇന്നും ലോകർക്ക് മാതൃകയാക്കി അത് കാഴ്ചയാക്കി മാറ്റിയിട്ടുണ്ട്. വഅംതർന അലൈഹിം മതറൻ, ലൂത്തിന്റെ ജനതയ്ക്ക് മുകളിലേക്ക് അള്ളാഹു വമ്പിച്ചൊരു ചരൽക്കാറ്റ്, ഒരു ചരൽ മഴ വർഷിപ്പിച്ചു. ചുട്ടുപഴുത്ത കല്ലുകൾ, ചുട്ടുപഴുത്ത ചരലുകൾ ആ മനുഷ്യർക്ക് മുകളിലേക്ക് വീണു. ആസ്വാദനത്തിന്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് ആണും കെട്ടിമറയുമ്പോൾ അവർക്ക് മുകളിലേക്കായിരുന്നു ആ ചരൽക്കല്ലുകൾ, ചുട്ടുപഴുത്ത ചരൽക്കല്ലുകൾ വീണത്. ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നോക്കണം അവരുടെ അവസ്ഥയും ആ നാടിന്റെ അവസ്ഥയും എന്താണെന്ന്. ഇന്നും ആ രാജ്യം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ചാവുകടൽ എന്ന പേരിൽ മനുഷ്യന് ഉപയോഗമില്ലാത്ത അമ്ലങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം ഇന്നും ആ ലോകത്തുണ്ട്. കൃഷിയോഗ്യമല്ലാത്ത, ജീവിക്കാൻ സാഹചര്യമില്ലാത്ത, കാണാൻ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ലാഞ്ഞിട്ടും ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത ആ രാജ്യം ഇന്നും ജോർദാനിന്റെ ഭാഗങ്ങളിലുണ്ടെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹ് അതിനെ അനുകൂലിച്ചവരെയും അനുവാദം കൊടുത്തവരെയും നശിപ്പിച്ച കഥകളെയുള്ളൂ. ഈ ലൂത്തിന്റെ ജനതയുടെ ചരിത്രം അള്ളാഹ് ഓർമ്മപ്പെടുത്തുമ്പം പ്രത്യേകിച്ച് പറയുന്ന ഒരു വിഷയമുണ്ട്. ലൂത്തെ, നിന്റെ ഭാര്യയെയും ഞാൻ അതിൽ പെടുത്തും, അവളും കുറ്റവാളിയ. കാരണം സൗകര്യം ചെയ്തു കൊടുക്കുന്നവളും മൗനാനുവാദം കൊടുത്തവളുമായിരുന്നു ലൂത്തിന്റെ ഭാര്യ ഈ പ്രകൃതി വിരുദ്ധത്തിന് വേണ്ടി. ഇത് പറയാനുള്ള കാരണം ഹോമോസെക്ഷാലിറ്റിയുടെ പേരിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ് ലിബറലിസവും ഇത്തരത്തിലുള്ള ഗേസെക്സുകളും അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ചിന്താഗതികളും മക്കളെ മനസ്സിലേക്ക് കുത്തിവെക്കുമ്പം നാളെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ മൗനാനുവാദം കൊടുത്ത രക്ഷിതാക്കളാണെങ്കിലും പാർട്ടിക്കാരാണെങ്കിലും സാമുദായിക നേതാക്കളാണെങ്കിലും അള്ളാനോട് കണക്ക് പറയേണ്ടി വരും. കാരണം പ്രകൃതിക്കെതിരെ നിൽക്കുമ്പം അത് ലോകത്തിന്റെ നാശമാ. നാളെ കുത്തടക്കം നശിപ്പിച്ചു കളയുന്ന ഒരു ദുരന്തത്തിലേക്ക് പോകുമ്പം നിയന്ത്രിക്കപ്പെടേണ്ടത് നിയന്ത്രിക്കപ്പെടണം എന്ന തീരുമാനത്തിൽ അതിനെതിരെ സംസാരിക്കാൻ സാധിക്കണം. അവിടെ നമ്മളെ മക്കളെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഖാല ഇന്നി ലഅമലിക്കും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ ആ പ്രവൃത്തിയുണ്ടല്ലോ, മിനൽ ഖാലീൻ, എനിക്കതിനോട് കഠിന വെറുപ്പാണ്. സഹോദരങ്ങളെ, അത്രമാത്രം അന്ധകാരത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാറാപ്പുകളും ഇസ്ലാമിന്റെ പേരിലേക്കും തലയിലേക്കും കെട്ടിച്ചവയ്ക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇതെന്താ മുസ്ലിമീങ്ങൾക്ക് തന്നെ എന്ന്. എല്ലാ മതവിഭാഗങ്ങളിലും അത് നടക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ഇസ്ലാമാണ് മനുഷ്യനെ ഒരു പരിധിവരെ സംസ്കാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ആരാധനാപരമായും സാംസ്കാരികപരമായും അവന്റെ വിസർജ്യത്തിന് ശേഷം കഴുകണമെന്ന സാംസ്കാരിക രീതി പോലും ഇസ്ലാമിനെ ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ ആ ഇസ്ലാമിന്റെ നാശം ലോകത്തിന്റെ നാശമാക്കി മാറ്റാൻ ചിലർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാ ഇത്തരത്തിലുള്ള ചിന്താഗതികളും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു ആദിലയും നൂറയും വിവാഹം കഴിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ മാത്രമല്ല, നമ്മൾക്കിടയിലുമുണ്ട് ലൂത്തിന്റെ അനുയായികൾ, ആണിനെ വയ്ക്കുന്നവർ, പരസ്പരം ആ രീതിയിൽ പ്രകൃതി വിരുദ്ധത്തിലേക്ക് താല്പര്യമുള്ളവർ. ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി, അള്ളാഹുവിന്റെ പ്രവാചകൻ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ഉമ്മത്തിൽ എനിക്ക് ഏറ്റവും ഭയമുള്ളത് അമലു ഖൗമു ലൂത്തിൻ, ലൂത്തിന്റെ സ്വഭാവം, ലൂത്ത് ജനതയുടെ സ്വഭാവം എന്റെ ഉമ്മത്തിലെ ചിലർ കാണിക്കുമെന്നുള്ളതാ. ആ ലൂത്തിനെ അവരുടെ ജനത ചെയ്തതുപോലെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചിലരും ആ സ്വഭാവത്തിൽ ആകൃഷ്ടരാവും, അവരും അതിലേക്ക് പോകും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തപ്പെടണം, ഒരാദിലയും ഒരു നൂറയും മാത്രമല്ല, നമ്മളിൽ പോലും ആ ലൂത്തിന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല.
രണ്ടാമതായി നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത്തരത്തിലുള്ള ചിന്താഗതികളിലേക്ക് മക്കൾ പോകുന്നുണ്ട്. നമ്മൾ അറിയാഞ്ഞിട്ട കലാലയങ്ങളും ക്യാമ്പസുകളും ലിബറലിസ്റ്റ് ചിന്താഗതികളും അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ മക്കളെയുമല്ല, മനസ്സ് പൊട്ടിച്ച് ചാടാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ മക്കളെ അവിടെ നമ്മളുടെ മക്കൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സൗഹൃദങ്ങളാവാം, ഒരിക്കലും സൗഹൃദങ്ങൾ നാശത്തിലേക്കാകാൻ പാടില്ല. കൂട്ടുകൂടുന്ന കൂട്ടുകാരികൾ നിന്റെ ജീവിതത്തെ നന്മയിൽ സ്വാധീനിക്കണം, തിന്മകളിൽ സ്വാധീനിക്കാൻ പാടില്ല. പ്രകൃതിയോടിണങ്ങാത്ത ഒരു ബന്ധത്തിനും മക്കൾക്ക് അനുവാദം കൊടുക്കരുത്, നമ്മൾ അനുവാദം സ്വീകരിക്കരുത്. ഞാനൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഞാനൊരു ആ രീതിയിൽ കലാലയത്തിൽ ചെല്ലുന്നവരാണെങ്കിൽ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കാത്ത ഒരു ബന്ധത്തിലും, അത് കുടിയാവാം, വലിയാവാം, അല്ലെങ്കിൽ കഞ്ചാവാകാം, മറ്റേതൊക്കെ തരത്തിൽ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ബന്ധങ്ങളുണ്ടോ, അതിലൊന്നും ഞാൻ പങ്കെടുക്കില്ല എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സാധിക്കണം. ദീനിന്റെ ഓരോ കാര്യങ്ങളും മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അങ്ങനെ പ്രകൃതി വിരുദ്ധ സ്വവർഗ ലൈംഗികതയിലേക്കോ ജീവിതത്തിലേക്കോ നിങ്ങൾ പോയാൽ, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവരെ കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ തിരുദൂതൻ തൗഹീദ് പറഞ്ഞതിന് ശേഷമാ ആ വിഷയം എടുത്തുദ്ധരിക്കുന്നതും. തൗഹീദിനോട് ചേർത്ത് നിർത്തിയിട്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ, ലൂത്തിന്റെ ജനത ചെയ്യുന്ന ആ മ്ലേച്ഛത നിങ്ങൾ ജനങ്ങളിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഖ്തുലു, അവരെ കൊല്ലണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെ രാജ്യത്ത് ഇപ്പൊ അവരെ കണ്ടാ കൊല്ലണം എന്നല്ല, അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാനും പാടില്ല. പക്ഷേ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണെങ്കിൽ ആ കൊലപാതകത്തിന് വരെ അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി ചെയ്തവരെക്കാൾ കുറ്റവാളികളാ രഹസ്യമായി ചെയ്യാനും ചെയ്തു കൊണ്ടു നടക്കാനും മനസ്സിൽ ആഗ്രഹിച്ചു നടക്കുന്നതും. അത്തരത്തിലുള്ള ഒരു ദുശ്ചിന്തകളും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ, അവന്റെ ചിന്തകളിൽ ഉണ്ടാകാൻ പാടില്ല. കുടുംബം എന്ന സന്തോഷത്തിലേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ പരസ്പര ബന്ധത്തിനും സൗഹൃദത്തിനും പ്രണയത്തിനും അള്ളാഹു കൂലി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തോടൊപ്പം അള്ളാന്റെ സ്വർഗം കാണാൻ പറ്റണം. അത് ലോകത്തിന്റെ നിലനിൽപ്പാ, നമ്മളെ സംരക്ഷണമാ, രാജ്യത്തിന്റെ നിലനിൽപ്പാ, ഒരു സമൂഹത്തിന്റെ ഭദ്രതയാ കുടുംബം, ആ പരസ്പര ജീവിതം എന്നൊക്കെയുള്ളത്. അതിനെ നശിപ്പിക്കാൻ പലരും അറിഞ്ഞും അറിയാതെയും പണിയെടുക്കുമ്പോൾ ഇനിയും നമ്മൾ നമ്മളെ കുട്ടികളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ വെളിച്ചം, സംസ്കാരത്തിന്റെ നന്മയുടെ വെളിച്ചം അറിയിച്ചു കൊടുക്കാൻ പരിശ്രമിക്കണം. മക്കൾക്ക് ചെലവിന് കൊടുക്കലല്ല. രാവിലെ എഴുന്നേറ്റ് പോകുന്ന വാപ്പ രാത്രി വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങി ആവശ്യമുള്ളത് മേശപ്പുറത്ത് വെച്ച് പോകുന്ന രീതി മാറേണ്ട കാലമായി. മക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ രാവിലെ വെച്ച് വിളമ്പി ടിഫിൻ ബോക്സിൽ വെച്ച് മക്കളെ ബാഗ് തോളിലെടുത്തിട്ട് കൊടുത്ത് വാഹനം കയറാൻ രൂപ കൈമ കൊടുത്ത് അവസാനം നേരം വൈകി വരുന്ന മക്കളോട് എവിടെയാണെന്ന് പോലും ചോദിക്കാൻ പറ്റാതെ മേക്കൈകി വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നോ എന്ന് പറയുന്ന രീതികളൊക്കെ മാറാൻ സമയമായിട്ടുണ്ട്. ആ മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്ന് കേട്ട 2 പേര് നാളെ നമ്മളെ കുടുംബത്തിലായിരിക്കും. ഞങ്ങൾക്കത് മതി എന്ന് മക്കൾ വാശി പിടിക്കുമ്പം, നിയമം പോലും അവർക്ക് പരിരക്ഷ കൊടുക്കുമ്പം, നാട്ടുകാർക്ക് മുൻപിൽ അപമാനിക്കപ്പെട്ട് തലകുനിക്കുന്ന ഗതികേട് നമ്മൾക്ക് വരാതിരിക്കാൻ ഒന്നുണർന്ന് ഒന്ന് ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കണം. അങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മളെ കുടുംബം എത്തിപ്പെടാനുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും നടത്തണം. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.